എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ കുറച്ച് സെറ്റ് സാരി വീഡിയോസാണ് പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ചില കമൻറ്റ് ഞാൻ കണ്ടു, ഈ സാരി കിട്ടുമോ, അതേപോലെ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതെൻ്റെ ഒരു കളക്ഷനാണ്, ഇതൊരു സെയിൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കുറച്ച് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സെറ്റ് സാരി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഈ സാരികളൊന്നും ഞാൻ ഉടുത്ത് കാണിക്കുന്നില്ല കേട്ടോ, കാരണം ഇതൊക്കെ കുറച്ച് പഴക്കമുള്ള സെറ്റ് സാരിയാണ്. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് തോന്നി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ കണ്ടാൽ ഇതാണ് കേട്ടോ എൻ്റെ ആദ്യത്തെ. എനിക്ക് ആദ്യമായിട്ട് വാങ്ങിയ സെറ്റ് മുണ്ടാണ്. ഞാൻ കല്യാണത്തിന് മുന്നേ ഒന്നും സെറ്റ് മുണ്ട് അങ്ങനെ കൊടുക്കാറില്ലായിരുന്നു. അപ്പോൾ എനിക്ക് കല്യാണത്തിൻ്റെ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങി തന്ന സെറ്റ് മുണ്ടാണ് കേട്ടോ. ഈ സെറ്റ് സാരിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ, എൻ്റെ കല്യാണത്തിന് തലേന്ന് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ കൊടുത്തിരുന്ന സെറ്റ് മുണ്ടായിരുന്നു. ദക്ഷിണ കൊടുക്കാനും ഏകദേശം ഒരു 12 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് വൺ. നമുക്ക് അടുത്തത് കാണാം. ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ഒരു സെറ്റ് സാരിയാണ് കേട്ടോ. അപ്പോൾ ഈ സെറ്റ് സാരിയുടെ ഒരു പ്രത്യേകത, ഇതെനിക്ക് കല്യാണത്തിന് എൻ്റെ അച്ഛൻ തിരുപ്പൂരായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെയുള്ള അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളും അതേപോലെ എല്ലാവരും കൂടെ ഗിഫ്റ്റ് ചെയ്തൊരു സെറ്റ് സാരി ആയിരുന്നു. ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ഇത്. പിന്നെ എൻ്റെ മോളുടെ ചോറൂണിനായിട്ട് ഏകദേശം ഒരു 11 വർഷം മുന്നേ ഗുരുവായൂർ പോയപ്പോഴാണ് ഞാൻ ഈ സാരി ആദ്യം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത്. സിൽക്കിൽ ഇങ്ങനെ ലൈൻസ് വരുന്ന ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ ഇത് അന്ന് എനിക്ക് നല്ല ഭാഗമായിരുന്നു, ഇപ്പം എനിക്കിത് കൊള്ളില്ല. അപ്പോൾ ഞാനിത് കുറച്ച് കാലമായിട്ട് ഈ സാരി ഉടുക്കാറില്ല. പക്ഷെ ഇത് എപ്പോഴും എൻ്റെ ഒരു ഓർമ്മയാണ്, കാരണം എൻ്റെ മോളുടെ ചോറൂണിനാണ് ഞാനിത് കൊടുത്തത് കേട്ടോ ഗുരുവായൂരിലേക്ക്. അപ്പോൾ നമുക്ക് അടുത്തത് കണ്ടാലോ. ഗോൾഡൻ കര സെറ്റ് മുണ്ടില്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും അല്ലേ. എല്ലാവരും അധികം പർച്ചേസ് ചെയ്യുക പ്ലെയിൻ ഗോൾഡൻ ഷെയ്ഡായിരിക്കും, കാരണം അവർക്ക് ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും ഇതിനോടുകൂടി പെയർ ചെയ്യാം. അപ്പോൾ ഇതും ഏകദേശം ഒരു 10 വർഷം പഴക്കമുള്ള എൻ്റെ ഒരു കോട്ടൺ സെറ്റ് മുണ്ടാണ്, ഗോൾഡൻ ഷെയ്ഡ് വരുന്നത്. ഇത് ഞാൻ ഇടയ്ക്കൊക്കെ കൊടുക്കാറുണ്ട്. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. ഞാനിതൊക്കെ ഡ്രൈ വാഷ് മാത്രമാണ് കേട്ടോ ചെയ്യാറ്. ഇങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ള സെറ്റ് മുണ്ടുകളുണ്ട്, പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 3 നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.